ഹായ് മക്കളെ, ഇന്ന് മിസ് പറയാൻ പോകുന്നത് ഒരു ആസ്വാദനക്കുറിപ്പ് നിങ്ങൾക്ക് വന്നാൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം, ആസ്വാദനക്കുറിപ്പിലേക്ക് പോകാം. അനിഷ്ടമപ്യൗഷധമാധുരായ തഥാതി വൈദ്യശ്ച യഥാ നിഗൃഹ്യ തത്വന്യയോക്തം പ്രതികൂലമേതത് തുഭ്യം ഹിതോദർക്കമനുഗ്രഹായ എന്നാണ്. ഓക്കെ, ആ ശ്ലോകം ആസ്വാദനക്കുറിപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ആ ശ്ലോകം ഏതാണോ അത് എടുത്തെഴുതണം. അതിനുശേഷമാണ് അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതേണ്ടത്. സൗന്ദരനന്ദ മഹാകാവ്യം മഹാകവിന അശ്വഘോഷേണ വിരചിതം ഭവതി. അശ്വഘോഷൻ രചിച്ചിട്ടുള്ള ഒരു മഹാകാവ്യമാണ് സൗന്ദരനന്ദ മഹാകാവ്യം എന്ന് പറയുന്നത് അല്ലെ. തേന ബൗദ്ധധർമ്മ പ്രചാരണായ കാവ്യമിതം കൃതം. എന്താണ് പറയുന്നത്? തേന ബൗദ്ധധർമ്മ പ്രചാരണം, ബൗദ്ധധർമ്മന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൃതം അഥവാ ഈ ഒരു കൃതി രചിച്ചിട്ടുള്ളത് കേട്ടോ. കാവ്യേസ്മിൻ അഷ്ടാദശ സർഗാഹ സന്ധി, 18 സർഗങ്ങളാണുള്ളത്. തസ്മാത് കാവ്യാത് ഉദ്ധൃതോയം ശ്ലോക, അതിൽ നിന്നെടുത്തിട്ടുള്ള കുറച്ച് വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശ്രീ ബുദ്ധസ്യ കനിഷ്ഠ സഹോദര ഭവതി നന്ദ, ശ്രീ ബുദ്ധന്റെ കനിഷ്ഠ സഹോദരനാണ് നന്ദൻ എന്ന് പറയുന്നത്. സഹ സുഖലോലുപ, അദ്ദേഹം എന്താണ്? സുഖലോലുപനാണ്. അതുപോലെ ഭോഗ്യേഷു ആസക്തം സ്വഭ്രാതരം നന്ദം ബൗദ്ധധർമാഭിമുഖം കർത്തും ബുദ്ധഹാത്തം ഉപദിശതി. എന്താണ്? ഭോഗങ്ങളിൽ അഥവാ ഇവിടെ ലോകത്തുള്ള കാര്യങ്ങൾ, ഓക്കെ, ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, അതിലുള്ള ഭൗതിക സുഖങ്ങളിൽ ആസക്തനായിട്ടുള്ള സ്വന്തം ഭ്രാതരനെ, സ്വന്തം സഹോദരനെ എന്ത് ചെയ്യുന്നു? നന്ദം ബൗദ്ധധർമാഭിമുഖം, ബൗദ്ധധർമ്മ അഭിമുഖം ചെയ്യാൻ വേണ്ടിയിട്ട് കർത്തും ബുദ്ധഹാത്തം ബുദ്ധനെ ഉപദേശിക്കുന്നുണ്ട്, കുറെ ഉപദേശങ്ങൾ കൊടുക്കുന്നു. ഭാവി ശ്രേയ സൂചകസ്തത ഹിതകരോപി ഉപദേശ. അപ്പൊ ഭാവി ശിഷ്യങ്ങൾക്ക് പോലും ഉപകാരം കിട്ടുന്ന കുറെ ഉപദേശങ്ങളാണ് ഇവിടെ പറയുന്നത്. ശ്രോതൃണ ശ്രവണ സമയെ സദാ അപ്രിയത്വം ജനയതീതി. അപ്പം അത് കേൾക്കുന്ന സമയത്ത് അത് എന്തുണ്ടാക്കുന്നുണ്ട്? അരോചകരമായിട്ട് അഥവാ ഒരു അപ്രിയത്വം, ഒരു ഇഷ്ടമില്ലാത്തത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. സ്വന്തം സഹോദരനെ ഉപദേശിക്കുന്ന സമയത്ത് നമുക്ക് ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ തോന്നൂലേ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദേശങ്ങൾ കിട്ടുന്ന സമയത്ത് അതൊരു അപ്രിയമായിട്ട്, ഇഷ്ടമില്ലാത്തതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ദൃഷ്ടാന്തേ കഥയതി, അങ്ങനെയാണ് ആ ദൃഷ്ടാന്തത്തിൽ പറയുന്നത്. രോഗി അപ്രിയം പ്രകടയന്നപി ചികിത്സക രോഗശമനൈ ഔഷധം ഫലേനതം പാപയതി. എന്താണ് പറയുന്നത്? രോഗിക്ക് ഒരു മരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ല എങ്കിൽ ആ രോഗശമനം നടക്കുമോ? ഇല്ല അല്ലെ. അപ്പൊ രോഗശമനത്തിന് അത് ഫലമായിട്ട് തന്നെ കൊടുക്കണം. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. തഥാ മമ ഉപദേശവാക്യാനി ഭവതേ ഇതാനിം ശ്രവണ പരുഷാണ്യഭി പശ്ചാത് ഹിമകരണാനി അനുഗ്രഹ പ്രധായകാനി ച ഭവിഷ്യന്തി. എന്താണ് പറയുന്നത്? അതേ പ്രകാരം തന്നെയാണ് എൻ്റെ ഉപദേശങ്ങൾ നിനക്ക് ചെവിയിലേക്ക് വരുന്ന സമയത്ത്, ചെവി കൊള്ളുന്ന സമയത്ത് നിനക്ക് അതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അത് ഭാവി കാലത്ത് അഥവാ ഭവിഷ്യകാലത്ത് നിനക്കതൊരു ഹെൽപ്പായി മാറും എന്നാണ് ഇവിടെ പറയുന്നത്. ഇതമേവ പദ്യസ്യ ആശയം. അപ്പൊ ഇതാണ് പദ്യത്തിന്റെ ആശയം എന്ന് പറയുന്നത്. സർവദാപി അപ്രിയ ഉപദേശാനം ഉപേക്ഷ ന കരണീയ. അപ്പൊ എല്ലാ അപ്രിയമായിട്ടുള്ള ഉപദേശങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ന കരണീയ, അതങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി പാടില്ല, ഉപേക്ഷിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. കുത ഇതി ചേത് കഥാചിത് അസ്മാകം പ്രകൃത്യേഹേ തദേവ നിധാനം ഭവേത് അതഹ അഹം ശ്ലോകമിതം ഈഷ്യതേ എന്നാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ശ്ലോകത്തിലേക്ക് വരാൻ ഇഷ്ടപ്പെടാൻ കാരണം, അല്ലെങ്കിൽ എനിക്ക് ഈ ശ്ലോകം ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആകെ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഒരാൾക്ക് മരുന്ന് കൊടുക്കുന്ന സമയത്ത്, രോഗിക്ക് മരുന്ന് കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ആ രോഗശമനത്തിന് അത് അത്യാവശ്യമാണ് എന്നൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ പറയുന്ന ഉപദേശങ്ങൾ, അതാണ് ഇവിടെ ആകത്തുക എന്ന് പറയുന്നത്. അതാണ് പറയുന്ന ഉപദേശങ്ങൾ എന്ത് ചെയ്യണം? അതിഷ്ടമല്ലെങ്കിലും അതിങ്ങനെ കേട്ട് ഭാവിയിലേക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അതിൽ നിന്ന് എടുക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ,